ഹലോ. അപ്പോൾ നേരിട്ട് കാര്യത്തേക്ക് കിടക്കാം. ഇത് വന്നിട്ട് ഈ ജോബ് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ പോസ്റ്റ് വന്നിട്ട് എ ജേർണലിസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. എനി ഡിസിപ്ലിൻ ഏതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. പിന്നുള്ളത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബിടെക് ബി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രാർത്ഥിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം വലിയ വലിയ ഇതാണ്. പക്ഷേ അതിൽ കുറവ് പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോ. അതിൽ CA ഉള്ള ആൾക്കാർ വേണം, ഇൻഷുറൻസിൽ വലിയ ഡിഗ്രി ഉള്ള ആൾക്കാർ വേണം, അങ്ങനെ. ഓക്കെ. പിന്നെ ഇതിൽ അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പറഞ്ഞത് ക്വാളിഫിക്കേഷൻ. അപ്പോൾ മെയിനായിട്ട് മറ്റേ എനി ഡിഗ്രി. ഓക്കെ. അത് കഴിഞ്ഞാൽ ഏജ് വന്നിട്ട് ഇത് മിനിമം 21 ആയിരിക്കണം, മാക്സിമം 30 ആയിരിക്കണം. അതിൽ CA ലീഗലാണ് 32 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ റിലാക്സേഷൻ ആസ് യൂഷ്വൽ ആസ് പെർ ഗവൺമെൻറ് നോംസ് SC ST OBC PWBD എക്സ്ട്രാ. ഓക്കെ. ഇനി അടുത്തത് എന്താണ് അറിയാനുള്ളത് വെച്ചാൽ അപ്രോക്സിമേറ്റ് സാലറി 88,000 സ്റ്റാർട്ടാവും. പിന്നെ അത് 1,26,000 വരെ പോകാൻ പറ്റും. ഇത് വന്നിട്ട് മറ്റേ ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ഇൻഷുറൻസാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് നേരെ നോക്കി അറിയാം നമുക്ക്. LIC AAO റിക്രൂട്ട്മെൻറ്റ് 2025 അപ്ലൈ ഓൺലൈൻ. അതായത് 841 പോസ്റ്റാണുള്ളത്. ആൾ ഓവർ ഇന്ത്യയാണുള്ളത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇനി അറിയാനുള്ളത് ഇവിടെ ഉണ്ടോ, AAO ജേർണലിസ്റ്റ്. ഇതാണ് ഇതിന് വേണ്ടത്. എന്താണ് പറയുക, ഡിഗ്രി മാത്രം ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ ഇതാണുള്ളത്. ഓക്കെ. ഇതവിടെ ഉണ്ട്. ഇത് 350 പോസ്റ്റ്. ബാക്കിയെല്ലാം 50, 31. അത് വലിയ ക്വാളിഫിക്കേഷൻ വേണം. BE BTech CA LLB പിന്നെ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് നമുക്ക് ഇത് വന്നിട്ട് 310. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഇൻഷുറൻസ് കമ്പനിയാണ്, LIC ആണ്. അപ്പോൾ അവിടെ കുറേ ക്ലെയിം വരും. ക്ലെയിം എന്ന് പറയുമ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് എടുത്ത ആൾക്കാരുടെ ക്ലെയിം, മരിച്ചിട്ടോ അല്ലെങ്കിൽ അപകടം പറ്റിയിട്ടുള്ള ക്ലെയിം വരുമ്പോൾ അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഈ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് വേണം. ഇതെല്ലാം പറയുന്നത് കറക്റ്റാണ് നോക്കി ക്ലെയിം സെറ്റിൽ ചെയ്യാൻ. അത് 310 പോസ്റ്റ് ഉണ്ട്. ജനറലിസ്റ്റ് എന്നുള്ള പോസ്റ്റ്, അത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ജനറൽ പോസ്റ്റാണത്, ജനറലിസ്റ്റ്. അത് വന്നിട്ട് 350 ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഓവറാൾ 841 പോസ്റ്റാണ് 2025 ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലായി നമുക്ക്. പിന്നുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് ഞാൻ പറഞ്ഞു. പിന്നെ മാക്സിമം ഏജിൻ്റെ കാര്യം പറഞ്ഞു, സാലറിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഡിയർനെസ് അലവൻസ്, NPS, അതിൻ്റെ വെഹിക്കിൾ ലോൺ കിട്ടും, അത് കിട്ടുന്നതാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഏത് ലിങ്ക് അമർത്തിയാൽ പോകാൻ പറ്റും. അപ്പോൾ നേരിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് പോകും. അവിടെ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അത് ഞാനിടാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് എങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. അത് വന്നിട്ട് ഇത് 3 സ്റ്റേജ് പ്രോസസ്സാണ്. അത് 3 സ്റ്റേജായിട്ടാണ് പോകുന്നത്. ഫേസ് 1 പ്രിലിമിനറി എക്സാം, ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, അതാണ് ക്വാളിഫയിങ് റൗണ്ട്. പിന്നെ റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LIC AAO ടെസ്റ്റിന് മാത്രമായിട്ടൊന്നും ഒരു സിലബസ് ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. ഞാൻ ചില ബുക്കുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഓൺലൈനായിട്ടും ഒക്കെ. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിലിടാം. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് 2 മെയിൻ എക്സാം. ഓക്കെ. അത് വന്നിട്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 300 മാർക്സിന് 2 hours. അത് നമുക്ക് റീസണിങ്, ജനറൽ നോളേജ്, ഡാറ്റ അനാലിസിസ്, ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ജനറലിസ്റ്റ് എന്നുള്ള പോസ്റ്റിൽ റീസണിങ്ങും ജനറൽ നോളേജും മാത്രമേ ഉണ്ടാവുള്ളൂ. ഡാറ്റ അനാലിസിസ് കുറച്ചുണ്ടാവും. പിന്നെ ഇൻഷുറൻസ് ഫൈനാൻഷ്യൽ അവയർനെസ് CA-കാർക്ക്, ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആൾക്കാർക്കാണ്. അപ്പോൾ അങ്ങനെ പോയില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, അത് 25 മാർക്കിന് 30 മിനിറ്റ്. അത് ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് essay ക്വാളിഫയിങ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള പല ഓൺലൈനിലും ബുക്കായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് പരീക്ഷ പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് പോസ്റ്റ് കിട്ടും. കാരണം ഇതിലൊന്നും അധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്. അധികം അപ്ലിക്കേഷൻ ഉണ്ടാവില്ല. പേഴ്സണൽ ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഫൈനൽ മെറിറ്റ് ഈസ് ഈക്വൽ ടു മെയിൻ എക്സാം പ്ലസ് ഇൻ്റർവ്യൂ. അതൊരു മാർക്കിംഗ് സിസ്റ്റമാണ്. അതായത് ഇത് ആരെയും സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈൻ ടെസ്റ്റും 3 ടെസ്റ്റും കൂടി ഉള്ളത് 3 സ്ഥലത്തായി നടക്കുമ്പോൾ ഒന്നാമത്തിൽ ആർക്കാ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയില്ല, രണ്ടാമത്തിൽ മാർക്ക് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ ഓവറാൾ ഇത് എന്താ പറയുക, കൺസോൾട്ടേറ്റിന് ആൾക്ക് അറിയില്ല. അവർ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ആ മാർക്ക് വരുന്ന ആളെ വിളിക്കും. അപ്പോൾ സ്വാധീനിക്കൽ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റ്. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ടെസ്റ്റുകളും ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാധീനിക്കൽ ഉണ്ടാവാതിരിക്കാം, പക്ഷേ മാക്സിമം അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് പുതിയ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത.
പിന്നെ അതിൻ്റെ സിലബസിൻ്റെ ഒരു ഏകദേശം ഐഡിയ, റീസണിങ് നോക്ക്, പസിൽസ്, സീറ്റ് അറേഞ്ച്മെൻറ്റ്, അങ്ങനെ ഓരോന്നുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഇംഗ്ലീഷ്, ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ്. ഓക്കെ, പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാച്ചാൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് ഒഫീഷ്യൽ LIC വെബ്സൈറ്റ്, കാരിയർ സെക്ഷൻ, റിക്രൂട്ട്മെൻറ്റ് AO, ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് 2025 കൊടുക്കുക. ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുക, ഗെറ്റ് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്, ലോഗിൻ, അപ്ഡേറ്റ് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ആൻഡ് ഡിക്ലറേഷൻ, പ്രിവ്യൂ, വെരിഫൈ ആൾ ഡീറ്റെയിൽസ്, പേ ഫീസ് ഓൺലൈൻ, ഡൗൺലോഡ് ഈ റെസിപ്റ്റ്, പ്രിൻറ്റ് ഫൈനൽ അപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഇൻ്റർവ്യൂ ലെറ്റർ, phase 1 കാൾ ലെറ്റർ. ഓക്കെ, ഇത് വന്നിട്ട് എന്താ പറയുക, SC ST PW BD അത് 85 റുപ്പീസ് പ്ലസ് GST ഉള്ളൂ, പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ്. അതിപ്പോൾ നിങ്ങൾ UPI ഓൺലൈൻ ബാങ്ക് ട്രാൻസാക്ഷൻ. പിന്നെ ആൾ അതേഴ്സ് വേറെ എല്ലാവർക്കും അത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല, അവർക്ക് 700 പ്ലസ് GST ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് 16 ആഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ എൻ്റെ 8 സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ 8. പ്രിലിമിനറി എക്സാം ഏകദേശം 3 ഒക്ടോബർ, അത് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3 ഒക്ടോബർ എന്നാണ് അവർ വിചാരിക്കുന്നത്. മെയിൻ എക്സാം 8 നവംബർ 2025. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതിൽ താഴ്ത്ത് നോക്കുമ്പോൾ എസെൻഷ്യൽ ലിങ്ക്സ് എന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ നിലയിൽ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഓൺലൈൻ സൈറ്റിലേക്ക് പോകും. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഡൗൺലോഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് ഈ നോട്ടിഫിക്കേഷൻ ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിൽ നിന്ന് കാണിക്കുന്നല്ലേ, അപ്പോൾ നിങ്ങൾക്കത് ഒഫീഷ്യലായിട്ടുണ്ടോ ഇല്ലേ വെരിഫൈ ചെയ്യാനൊക്കെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാനിവിടെ കൊടുക്കും. അതെല്ലാറ്റിനും ഒരുവിധം എല്ലാറ്റിനും ഉണ്ടാവും, ഇങ്ങനെ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാറ്റിനും ഉണ്ടാവും. ഓക്കെ, ഡോണ്ട് വറി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആദ്യം അപ്ലൈ ഓൺലൈൻ അല്ല, ഡൗൺലോഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് പോകും. ഇതാ ഇവിടെ ഉണ്ട്. ഇതൊരു 15 പേജുള്ള നോട്ടിഫിക്കേഷനാണ്, ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഓക്കെ, ഇത് 32ാമത്തെ ബാച്ചാണ്. അതിലുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, കറണ്ട് ഇയർ, ബാക്ക്ലോഗ്, അത് ഇത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇന്ന് വായിച്ചോ, ഇഷ്ടം പോലെ വായിക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഡീറ്റെയിൽസ് തന്നെയാണ് അത് ഇതിൽ നിന്നെടുത്ത മെയിൻ വേണ്ട സാധനമാണ് അതിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്ലൈ ഓൺലൈനിലല്ലേ, ഇതിൽ ഈ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ പോകും, ഇതിലേക്ക് വരും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക. ഇത് ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഞാനിട്ട പോസ്റ്റ്, അതായത് ആ ഇതിൽ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, ഡൗട്ടുള്ളവർക്ക് നോക്കാം, അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ ആഴ്ചയിലൊരു 1, 2, 3 ഇടുന്നുണ്ട്. ഇതല്ലാതെ ഗൾഫ് ജോബ്സിൻ്റെ മാത്രം ഇടുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് കമ്പനികളുടെ ഇടുന്നുണ്ട്, ജോബ്